ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ മത്സരം പഞ്ചാബ് വേഴ്സസ് സൺറൈസേഴ്സ് മത്സരത്തിൽ നമ്മൾ ആരെയൊക്കെ ഒരു കോർ ടീമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത്തെ പിച്ച് കണ്ടീഷൻസ് വെച്ചിട്ട് ആരൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്ലേ ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കോർ ടീമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ഡ്രീം ലെവൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ പ്ലേയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ പ്ലേയേഴ്സിനെ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കോറിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ പിച്ച് കണ്ടീഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പേസേഴ്സിന് കുറച്ചും കൂടി അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണ് ഇന്ന്. 2023 തുടങ്ങിയുള്ള കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ 10 മാച്ചസ് ഇവിടെ കളിച്ചതിൽ 87 വിക്കറ്റുകളാണ് പേസേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ 33 വിക്കറ്റുകളാണ് സ്പിന്നേഴ്സിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടാൽ തന്നെ അറിയാം പേസേഴ്സിന് എത്രത്തോളം അനുകൂലമായിട്ടുള്ള ഒരു പിച്ചാണെന്ന്. 10 മാച്ചുകളിൽ നിന്ന് 83 വിക്കറ്റുകളാണ് ഇവിടെ പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കണ്ടീഷൻസും കാര്യങ്ങളും വെച്ചിട്ട് പ്ലേയേഴ്സിന്റെ ഫോമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പറായിട്ട് നമ്മൾ ഹെൻറി ക്ലൻസനെ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഹെൻറി ക്ലൻസൺ കളിച്ച മത്സരങ്ങളിൽ 4-ൽ 3 മത്സരങ്ങളിലും ഡ്രീം ലെവനിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു താരമാണ്. അതുപോലെ തന്നെ മികച്ച ഫോമിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഹെൻറി ക്ലൻസൺ. അപ്പൊ ഹെൻറി ക്ലൻസൺ അത് മാത്രമല്ല ഇന്ന് വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന താരമായതുകൊണ്ട് തന്നെ പേസേഴ്സിന് അനുകൂലമായിട്ടൊരു പിച്ച് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ക്യാച്ചസും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഹെൻറി ക്ലൻസനെ ഇന്ന് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ട്രേവിസ് ഹെഡ് മികച്ച ഫോമിലൂടെ കടന്നുകൊണ്ടിരിക്കുന്ന താരമാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ പവർ പ്ലേക്ക് 200-ന് മുകളിലാണ് സ്ട്രൈക്ക് റേറ്റ്. 210 പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അപ്പൊ പുള്ളി ഇന്ന് പവർ പ്ലേയിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ ചാൻസസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സിലേക്ക് വരാണെങ്കിൽ ഞാൻ സാം കറനെയും മെയ്ഡൻ മാർക്രമിനെയും സെലക്ട് ചെയ്യും. കാരണം മിഡിൽ ഓർഡേഴ്സ് ആയതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഫസ്റ്റ് തന്നെ പടപടയുന്ന ന്യൂ ബോളിൽ വിക്കറ്റ്സ് പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ മിഡിൽ ഓർഡറിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചെന്നിരിക്കും. ഇനി ബൗളിംഗിലേക്ക് വരുമ്പോൾ ഞാനിവിടെ തൽക്കാലം പാറ്റ് കമ്മിൻസിനെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടീഷൻസ് വെച്ചിട്ട് പുള്ളിയുടെ പേസിന് എനേബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ കളിച്ച മത്സരങ്ങളിൽ നിന്ന് കഴിഞ്ഞ മത്സരം ഒഴിച്ചാൽ ബാക്കി എല്ലാ മത്സരങ്ങളും ഡ്രീം ടീമിൽ സ്ഥാനം നേടിയിട്ടുള്ള താരമാണ്. ഇനി അദ്ദേഹത്തിന് ക്യാപ്റ്റനും കൂടിയാണ്. അപ്പൊ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉള്ളൊരു പ്ലെയർ കൂടിയാണ്. അപ്പൊ ഇതാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കോർ ടീം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രീം ടീം സെലക്ട് ചെയ്യുമ്പോൾ ഇവരെ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും. അപ്പോ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ മറക്കണ്ട. ഇനി ഇവരെ കൂടാതെ തന്നെ റബാഡ അത്യാവശ്യം നല്ല ബോളറാണ്. പേസിന് അനുകൂലമായിട്ടുള്ള പിച്ചും കൂടി ആയതുകൊണ്ട് പുള്ളി ഇന്ന് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ കളിച്ച എല്ലാ കളിയിലും ഡ്രീം ടീമിൽ സ്ഥാനം നേടിയിട്ടുള്ള താരമാണ്. അപ്പൊ ഇദ്ദേഹത്തെ മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ ഫോമിലുള്ള ബാറ്റ്സ്മാൻമാരെയും കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് ഇവരെ ഒരു കോർ ടീമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ടീം ഇടാൻ ശ്രദ്ധിക്കുക. ഇനി സ്പോർട്സ് ഇൻഫ്ലക്സിന്റെ ഡ്രീം ടീം കൃത്യം 7:15 ടോസിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള സ്പോർട്സ് ഇൻഫ്ലക്സിൽ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്യാട്ടോ. sports_influx എന്നാണ് ഇൻസ്റ്റഗ്രാം ചാനലിന്റെ ID എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇനി വരുന്ന മത്സരങ്ങളുടെയൊക്കെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.